ഓ മൈ ഗോഡ്, ഞാൻ കാണുന്നത് സത്യമോ അതോ മിഥ്യയോ? കാര്യമായെന്തോ ലാപ്പിൽ നോക്കുന്ന ആകാശിനെ നോക്കി വിശ്വാസം വരാതെ ഹനാൻ പറഞ്ഞു. ചെക്കനെ കുറ്റം പറയാനൊക്കില്ല. ഓഫീസിൽ വന്നേ പിന്നെ ആദ്യമായിട്ടാ ആകാശിനെ ഇങ്ങനെ കാണണേ. ഹനാന്റെ സംസാരമൊന്നും കേൾക്കാതെ ലാപ്പിൽ നോക്കി തന്നെ നിൽക്കുക ആകാശ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശിവ പറഞ്ഞല്ലോ, ഫാഷൻ ഡിസൈനിങ് ആണ് താല്പര്യം. സ്വന്തമായൊരു കമ്പനി, അതാണ് എൻ്റെ ഡ്രീമെന്ന്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജോബ് സെലക്ട് ചെയ്തു? ഐ മീൻ, തൻ്റെ കോൺസെൻട്രേഷൻ വേറെ ഒന്നാവുമ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി താൻ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ലാപ്പിൽ നിന്ന് ശങ്കറിന്റെ സൗണ്ട് കേൾക്കെ ഹനാൻ ഒരു സംശയത്തോടെ അച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. അവനെ കൂടുതൽ ഞെട്ടിച്ചത് കണ്ണൊരൽപ്പം പോലും മാറ്റാതെ അതിലുള്ള പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്ന അച്ചുവിന്റെ ഭാവമാണ്. വൈ നോട്ട് സർ? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. എൻ്റെ പാഷൻ ഫാഷൻ ഡിസൈനിങ് ആണെന്നുള്ളത് ശരിയാ. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഇവിടുത്തെ ജോലിയെ ഞാൻ കുറച്ച് കാണുകയോ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ നിൽക്കുകയോ ചെയ്യില്ല എന്ന് സാറിന് ഞാൻ വാക്ക് തരാം. പിന്നെ സാർ ചോദിച്ചതുപോലെ ഈ ജോബ് സെലക്ട് ചെയ്യാനുള്ള കാരണം ആദ്യമേ ഓണർ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ആയാൽ എൻ്റെ താഴെയുള്ളവരുടെ സിറ്റുവേഷനും അവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന ഓരോ നിമിഷവും അവരെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ ആം ഷുവർ ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അവളുടെ വാക്കുകൾ കേൾക്കെ ശങ്കറിന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അതിനേക്കാൾ മനോഹരമായി ആകാശിന്റെയും. ഷോക്കിനുമേൽ ഷോക്ക് കിട്ടിയ പോലെയാ ഹനാന്റെ നിൽപ്പ്. ചിരി, അതും പെണ്ണിനെ കണ്ട്. ആകാശ് കാണാതെ അവനത് ഫോട്ടോ എടുത്തു. ആവശ്യം വരും. ഹാനി, നീ നിന്റെ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ, എന്തായിരുന്നു അത്? ലാപ്പ് അടച്ചു വെച്ച് ഹനാന് നേരെ തിരിഞ്ഞ് ആകാശ് ചോദിച്ചു. അതുവരെ എന്തോ ആലോചനയിലായിരുന്ന ഹനാൻ പെട്ടെന്ന് ഞെട്ടി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളിച്ചു കൊടുത്തു. വേണ്ടടാ, എന്നെ കൊണ്ടത് പറയിപ്പിച്ച് എന്നെ തന്നെ അടിക്കാനല്ലേ? വേണ്ട, ഇപ്പൊ അങ്ങനത്തെ ആഗ്രഹം ഒന്നും എനിക്കില്ല. ഇല്ലേ? അപ്പൊ ഓക്കെ. ഇനി ഈ ഒരു ആവശ്യവും പറഞ്ഞു വരില്ലല്ലോ? ഏയ് ഇല്ല. അല്ല, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കണേ? നിനക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. അതിനൊന്ന് സൈറ്റ് അടിച്ച് അച്ചു പുറത്തേക്ക് പോയി. കമ്പനിയിൽ സ്റ്റാഫായിട്ട് പെണ്ണുങ്ങളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവൻ അച്ഛന്റെ കമ്പനിയിൽ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞതിന് അവൻ എന്നെ എടുത്തിട്ട് പെരുമാറിയത്. എന്നിട്ടിപ്പോ വീണ്ടും ചോദിക്കാം. എന്റെ പട്ടി പറയും. ഈ ജന്മത്തിൽ ഒരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടാം എന്നുള്ള എൻ്റെ ആഗ്രഹമൊക്കെ എന്നേ പോയതാ. എന്നാലും അവൻ എന്തിനാവും ഇപ്പൊ അത് ചോദിച്ചത്? ഹനൻ താടിക്ക് കയ്യും കൊടുത്ത് ആലോചിച്ചു. ഇതേ സമയം ആകാശ് ഇനി നടക്കാൻ പോകുന്ന കാര്യമോർത്ത് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. തീർത്തും പുച്ഛം നിറഞ്ഞത്. ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഒരു പുഞ്ചിരിയോടെ പ്രസന്റേഷൻ ഓഫ് ചെയ്ത് ടോപ്പിൽ വെച്ചിരുന്ന മൈക്ക് അവിടെ വെച്ച് ശിവഭദ്രയ്ക്ക് സൈഡിലായുള്ള ചെയറിൽ വന്നിരുന്നു. ഇത്രയും നേരം ശിവയുടെ മുഖത്തെ ഓരോ ഭാവത്തിലും ഭദ്രയുടെ കണ്ണ് ഓടി നടക്കുമായിരുന്നു. എന്നാലും അബദ്ധത്തിൽ പോലും അവളുടെ നോട്ടം അവന് നേരെ വന്നില്ല എന്നുള്ളത് കൊണ്ട് ഭദ്രയ്ക്ക് നന്നേ വിഷമമായി. എന്നാലും ശിവയെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി. ഭദ്രയുടെ കണ്ണ് തന്നിൽ നിന്ന് മാറുന്ന സമയം അത്രയും ശിവ അവനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ അടുത്തിരിക്കുന്ന ആൻവിയെ കാണെ കഷ്ടപ്പെട്ട ആ നോട്ടം പിൻവലിച്ചു. ഭദ്രയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി. ആനി, മീറ്റിംഗ് കഴിഞ്ഞ് സ്പീഡിൽ പുറത്തിറങ്ങിയ ശിവയെ പുറകിൽ നിന്നും ഭദ്ര വിളിച്ചു. പെട്ടെന്ന് ആ വിളിയിൽ ആരോ പിടിച്ചു കെട്ടിയതുപോലെ കാലുകൾ നിശ്ചലമായി. തനിക്ക് ഏറ്റവും ഇഷ്ടമായ പേര്, അതും ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളുടെ നാവിൽ നിന്ന്. അന്നും ഇതുപോലൊരു വിളിക്കായി അവൾ കാത്തിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. ആനി, ഐ വാണ്ട് ടു ടോക്ക് ടു യു. മുന്നിലായി വന്നു നിൽക്കുന്നവനെ തല ഉയർത്തി നോക്കാൻ അവൾക്ക് സാധിച്ചില്ല. കണ്ണു നിറഞ്ഞത് കാണുമോ എന്ന ഭയം. ആനി. അത്രയും നേർമയായി വിളിയിൽ ശിവയുടെ ഉള്ളം തുടിച്ചു. സർ, അവിടെ ആൻവി മാഡം. ബദ്രി വീണ്ടും അവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മഹിവന്ന് വിളിച്ചു. കേട്ടപാടെ ബദ്രി അവന് പിറകെ ഓടി. പിറകെ കാര്യമറിയാൻ ശിവയും. തറയിൽ വീണുകിടക്കുന്ന ആൻവിയെ കണ്ട് ബദ്രി ഓടി അവൾക്കരികിലായി മുട്ടിലിരുന്നു. കയ്യിൽ കോരിയെടുത്ത് അടുത്തുള്ള അവന്റെ ക്യാബിനിൽ കയറുമ്പോൾ ശിവയൊന്നും നോക്കുപോലും ചെയ്യാത്തത് അവളിൽ വേദന സൃഷ്ടിച്ചു. നെറ്റിയിലൂടെ ചോര വരുന്നുണ്ട്. മുഖമൊക്കെ വാടിത്തളർന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ആൻവി. ആൻവിയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എണീറ്റ് ചുറ്റും ഒന്ന് നോക്കി ബദ്രിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഈ കാഴ്ചകളൊക്കെയും ശിവയെ അത്രയും വേദനിപ്പിക്കുന്നതായിരുന്നു. മാസത്തിൽ വരുന്ന വയറുവേദനയിൽ പോലും തന്നെ ചേർത്ത് പിടിക്കുന്ന ബദ്രിയെ അവൾ ഓർത്തു. അന്ന് താൻ ചാഞ്ഞ നെഞ്ചിൽ ഇന്ന് മറ്റൊരുവൾ. ഇനിയും ഇവിടെ നിന്നാൽ ഒരുപക്ഷെ കരഞ്ഞു പോകും എന്നുറപ്പുണ്ടായിരുന്നതുകൊണ്ട് വേഗം അവിടം വിട്ടവൾ ഇറങ്ങി. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞത് അന്നും ഇന്നും തനിക്ക് വേണ്ടിയാണെന്ന ബോധം ബദ്രിയെ വല്ലാതെ അലട്ടി.
ഫ്രണ്ട് എന്നതിലുപരി ഒരിക്കലും ആൻവിയെ മറ്റൊരു തലത്തിൽ താൻ കണ്ടിട്ടില്ല. തന്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ആൻവിയെ ആശ്വസിപ്പിക്കാൻ എന്നോണം ചേർത്ത് പിടിച്ചത് തെറ്റായി കരുതിയതിന്റെ ദേഷ്യത്തിലാണ് ആദ്യമായി ശിവയെ അന്ന് താൻ അടിച്ചത്. ഇന്ന് ആൻവിയുടെ ഈ അവസ്ഥയിൽ തനിക്ക് അകറ്റാൻ പറ്റാത്തത് കൊണ്ട് ചേർത്ത് പിടിച്ചു. പക്ഷെ അപ്പോഴും അവളുടെ മുന്നിൽ താൻ കൊള്ളരുതാത്തവനായി. ബദ്രി വേദനയോടെ ഓർത്തു. ഓഫീസിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ കണ്ടത് സഹതാപത്തോടെ തന്നെ നോക്കുന്ന കുറെ കണ്ണുകളെയാണ്. ഇവർക്കിത് എന്തു പറ്റിയെന്ന് ആലോചിച്ച് റെനയുടെ അടുക്ക പോയി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിപ്പുറക്കാതെ നടക്കുന്ന റെനയെ കണ്ട് ശിവ പിരികം ചൊളിഞ്ഞു. എന്താടാ, എന്തിനാ ഇങ്ങനെ നീ നടക്കണേ? ഓ, വന്നോ? എത്ര നേരാടി കോപ്പൻ, നിന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. എവിടെ പോയി കിടക്കായിരുന്നു? മനുഷ്യനിവിടെ തീയിൽ ചവിട്ടിയാ നിൽക്കണേ, അറിയോ നിനക്ക്? എന്നിട്ട് എവിടെ? എന്ത്? അല്ല, തീയേ തീ. ചിരി കടിച്ചു പിടിച്ചുള്ള ശിവയുടെ ചോദ്യത്തിനൊന്ന് നീട്ടി ശ്വാസം വലിച്ചു വിട്ട് അവിടുള്ള ചെയറിൽ അവളെ ഇരുത്തി അടുത്ത് തന്നെ റനയും ഇരുന്നു. നീ പറ, എന്തിനാ ഇത്രയും ടെൻഷൻ? നമ്മളെ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിന്? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതെവിടുത്തെ ന്യായാ? എവിടെ ബോസ്? എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ ശിവ, നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേട്ടപാടെ എഴുന്നേറ്റ് പോകാൻ നിന്ന ശിവയെ റന വീണ്ടും പിടിച്ചിരുത്തി. ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു എന്നല്ല, നമ്മൾ രണ്ടിനെയും കമ്പനി മാറ്റി. ബോസിന് വേറെ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അയാളുടെ മോൻ നോക്കുന്ന അവിടോട്ടേക്കാക്കി. ഇനി നമുക്ക് രണ്ടും അവിടെയാ പണി. അതിനെന്തിനാ നീ വിഷമിക്കണേ? നിനക്ക് ബോസിന്റെ മകനെ വളക്കാൻ എളുപ്പമാകില്ലേ? അതുമല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയല്ലേ? ശിവ പറഞ്ഞതും റെന ഒരു ഇളിയിളിച്ചു. പക്ഷെ എനിക്ക് അയാളുടെ മകനെ വേണ്ട. എനിക്ക് വേറൊരാൾ ഇഷ്ടായി. ലോ അറ്റ് ഫസ്റ്റ് ഡേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ആരെ? അന്ന് നമ്മൾ മാളിൽ വെച്ച് കണ്ട, നീയുമായി അടിയുണ്ടാക്കിയില്ലേ? അവനെയോ? അയ്യേ, അവനെയല്ല, ലവന്റെ കൂട്ടുകാരനെ. അതേത് കൂട്ടുകാരൻ? അതൊക്കെ നിനക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഞാനിനി കാണുമോ എന്തോ. നീ ഇപ്പൊ വന്നേ, 10 മണിക്ക് മുന്നേ അവിടെ പോയി ജോയിൻ ചെയ്യണം. ഇല്ലേൽ അയാളെടുത്തെറിയും. റന അതും പറഞ്ഞ് ശിവയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഇനി അംഗം അവിടെയാണെന്നറിയാതെ ശിവ അവൾക്ക് പിറകെ നടന്നു. ഗുഡ് മോർണിംഗ്, ഹൗ കാൻ ഐ ഹെൽപ്പ് യു മാം? വി വാണ്ട് ടു സി MD മിസ്റ്റർ ആകാശ് മേനോൻ. ജസ്റ്റ് എ മിനിറ്റ്. റിസപ്ഷനിൽ നിന്ന ആളെ അത് പറഞ്ഞ് ഫോണെടുത്ത് കോൾ ചെയ്തു. ശിവ, ഇവിടെ നല്ല കളക്ഷൻ ആണല്ലോ മോളെ. ഞാനൊരു കലക്ക് കലക്കും. റെന അവിടെ ആകെ വീക്ഷിച്ച ശേഷം ശിവയുടെ ചെവിയിലായി പതുക്കെ പറഞ്ഞു. അതിനൊന്ന് റെനെ ഇരുത്തി നോക്കി. അവസാനം MD നിന്നെ കലക്കാണ്ടിരുന്നാ കൊള്ളാം. ഓഹ്, നെഗറ്റീവ്. ശിവാനി ആനന്ദ് മാമിനോട് MDയുടെ ക്യാബിനിൽ പോകാൻ പറഞ്ഞു. റെന മാഡത്തിന് ഇവിടുത്തെ അക്കൗണ്ടിംഗ് സെക്ഷനിലും. റനയോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് ശിവ മുന്നോട്ട് നടന്നു. ഇതുവരെ തോന്നാത്ത ഒരു പരവേശം തോന്നി അവൾക്ക്. നെഞ്ചിൽ കൈവച്ച് ഒന്ന് നീട്ടി ശ്വാസം വലിച്ചുവിട്ട് ഡോറിൽ മുട്ടി. യെസ്. അനുവാദം കിട്ടിയതും അവൾ ഉള്ളിലേക്ക് കയറി. ശങ്കർ സാറിന്റെ ക്യാബിനേക്കാൾ കുറച്ചധികം വലിപ്പമുള്ള ഒന്ന്. കമ്പനി മുഴുവനായും വെള്ളം കൊണ്ടുള്ളതാണെങ്കിൽ ഇവിടെ മാത്രം മുഴുവൻ ബ്ലാക്ക് ആയിട്ടുണ്ട്. നേരിയ രീതിയിൽ ലാവൻഡറിന്റെ മണം ഉന്മേഷം നൽകുന്ന പോലെ അവൾക്ക് തോന്നി. ചെയറിൽ തിരിഞ്ഞിരുന്ന് 2 വിരൽ കൊണ്ട് ശിവയെ അടുത്തോട്ട് വിളിച്ചു. ഹൃദയത്തിന്റെ താളം വളരെയധികം ഉയർന്നു കേൾക്കുന്നുണ്ട്. അടുത്തേക്ക് പോകും തോറും മണം കൂടുതലായി തോന്നുന്ന പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് തനിക്ക് നേരെ തിരിഞ്ഞ ആളെ കണ്ട് ശിവ ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും പിന്നീട് ഞെട്ടി. ഗ്രേ കളർ ഷർട്ടും ബ്ലാക്ക് കോട്ടുമാണ് വേഷം. വളരെ ഭംഗിയായി താടി വെട്ടിയൊതുക്കി വെച്ചിട്ടുണ്ട്. കട്ടിമീശ പിരിച്ചു വെച്ചിരിക്കുന്നത് അവന്റെ മുഖത്തെ ഗാംഭീര്യം കാണിക്കുന്നു. ശങ്കർ എങ്ങനെയാണോ അതുപോലെ അയാളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത് കവളിൽ താടിരോമങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്ന നുണക്കുഴിയാണ്. കണ്ണുകളിൽ എന്തോ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ. അന്ന് താൻ കണ്ട ആൾ തന്നെയാണോ മുന്നിലുള്ളതെന്ന് ഒരു നിമിഷം ശിവ ചിന്തിച്ചു. അന്ന് കണ്ടതിൽ നിന്ന് വളരെയധികം ഭംഗിയെന്ന് തോന്നിക്കുന്നുണ്ട്. തന്നെ കണ്ട് യാതൊരു ഭാവവ്യത്യാസവും ആ മുഖത്തില്ല. ഇനി അയാളല്ലേ? ഏയ് അല്ല, ഇത് അയാൾ തന്നെയാ. വേഷമൊക്കെ മാറ്റമുണ്ടെങ്കിലും ആ കുമ്പളങ്ങ പോലുള്ള മുഖം മാറില്ലല്ലോ. അയാൾക്കെല്ലാം ഓർമ്മ കാണുവോ? കൃഷ്ണ, ഓർമ്മ ഉണ്ടായാൽ തീർന്ന്, അവൾ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു. അവളിൽ മിന്നിമറയുന്ന ഭാവം കാണെ അച്ചുവിന് എന്തൊക്കെയോ വികാരം തോന്നി. പ്രതീക്ഷിച്ചതിനേക്കാൾ ഞെട്ടൽ അവനിൽ സന്തോഷമുണ്ടാക്കി. കഴിഞ്ഞോ? ചിന്തയിലായിരുന്ന ശിവയോട് അച്ചു ചോദിച്ചതും അവൾ സ്വബോധം വീണ്ടെടുത്തു. ഇത്രയും നേരം താൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു എന്നോർത്ത് അവൾക്ക് ലജ്ജ തോന്നി. ഷോ, എന്താ ശിവ ഇത്? മോശം മോശം. ദേ, അവിടെ ഇരിക്കുന്ന എല്ലാ ഫയലും എടുത്ത് സോർട്ട് ചെയ്ത് വെക്ക്. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ശിവയോട് അത്രയും പറഞ്ഞ് അച്ചു അവിടെ ഇരിക്കുന്ന മാഗസിൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. വന്നിട്ട് പേര് ചോദിക്കുകയോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയോ ചെയ്യാതെ ഇയാളെന്താ ഇങ്ങനെ? എന്തേ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചുമല് പൊക്കി ഇല്ലെന്ന് തലേനയ്ക്ക് ഫയലെടുക്കാൻ പോയി. അതാണെങ്കിലോ നല്ല ഉയരത്തിലുള്ളതാ. അവിടെയാണ് എടുത്തിട്ട് കയറാൻ പാകത്തിലൊരു കസേര. അങ്ങനെ ഒന്നും തന്നെയില്ല. നിസ്സഹായതയോടെ അച്ചുവിനെ നോക്കിയപ്പോൾ വേറെ എങ്ങോട്ടോ നോക്കിയിരിക്കുക. മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു ശിവക്ക്.
ഇടയ്ക്കിടെ തന്നെ നോക്കി പുച്ഛിക്കുന്ന അച്ചുവിനെ കണ്ട് മനസ്സിൽ അവനെ തെറിവിളിച്ചു. മുഖഭാവത്തിൽ നിന്ന് തന്നെ അച്ചുവിന് മനസ്സിലായി അവൾ തന്നെ നല്ലവണ്ണം സ്മരിക്കുന്നുണ്ടെന്ന്. ഇടയ്ക്കിടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കുമ്പോഴൊക്കെ താൻ പോലും അറിയാതെ മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട്. കഷ്ടപ്പെട്ടത് പുച്ഛമായിട്ട് മാറ്റാൻ അവൻ ശ്രമിച്ചു. കുറച്ചു നേരം ശിവ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു നിന്നു. സർ, ഇതെങ്ങനെ എടുക്ക? ഇതൊന്നും അറിയാതെയാണോ വന്നിരിക്കുന്നേ? ആകാശിന്റെ അലറൽ അവളെ നന്നെ ചൊടിപ്പിച്ചു. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും ഇതൊക്കെയല്ലേ പഠിച്ചിട്ട് വരുന്നേ? അവനെ നോക്കി ദേഷ്യത്തിൽ പിറുപിറുത്ത് അവൾ വീണ്ടും നിന്നു. പെട്ടെന്ന് ബാഗിൽ നിന്ന് എന്തോ എടുക്കുന്ന കണ്ട് അച്ചു അങ്ങോട്ട് ശ്രദ്ധിച്ചു. സെൽഫി സ്റ്റിക്ക് എടുത്ത് അവനെ നോക്കിയൊന്ന് കൂട്ടിച്ചിരിച്ചു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും അതൊക്കെ താഴെയിട്ടു. ആകാശിന്റെ നോട്ടത്തിന് ഇതൊക്കെ എന്തെന്നുള്ള ഭാവത്തിൽ അവളുടെ ജോലി തുടർന്നു. ഹോ, ഇതെന്താ കുതുബ് മിനാറോ? തന്റെ ടേബിളിൽ മല പോലെ ഇരിക്കുന്ന ഫയൽ നോക്കി റനം നീങ്ങി. നാശം, ബോസിന്റെ അവിടെ വെറുതെ വായി നോക്കി നടന്നാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ചെയ്യണം? ഇതെന്താ, ആരെയും കാണാനില്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ എല്ലാ സ്റ്റാഫിനെയും പിരിച്ചുവിട്ട് ഗേൾസിനെ ആക്കോ? പടച്ചോനെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ ജീവിച്ചു പൊക്കോട്ടെ. സ്വയമേ ഓരോന്ന് പറഞ്ഞ് റന ഫയലൊക്കെ നോക്കാൻ തുടങ്ങി. ശിവ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ എന്നോർത്ത് പുറത്തിറങ്ങാൻ ക്യാബിന്റെ ഡോർ തുറന്നതും പുറത്തുനിന്ന് ആരോ ഇങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. ബാലൻസ് തെറ്റി കാല് സ്ലിപ്പായെങ്കിലും കഷ്ടിച്ച് പിടിച്ചു നിന്നു. മുന്നിൽ നിൽക്കുന്നത് ഏതോ ചെക്കനാണെന്ന് കണ്ടതും വീണാലും അവൻ തന്നെ പിടിക്കും എന്ന പ്രതീക്ഷയിൽ ബാലൻസ് ചെയ്ത് പിടിച്ച് കൈവിട്ടു. അരയിലൂടെ കൈയിട്ട് അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റൊമാൻറ്റിക് ഫീൽ പ്രതീക്ഷിച്ച റന നല്ല അന്തസ്സായി തറയിൽ ലാൻഡായി. പെട്ടെന്നൊരു പൊട്ടിച്ചിരി കേട്ടിട്ട് മുന്നിലേക്ക് നോക്കിയ റനയുടെ കണ്ണുകൾ വിടർന്നു. സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ അവൾ ഒന്ന് പിച്ചി നോക്കി. വേദനിക്കുന്നുണ്ട്, സത്യം തന്നെയാ. ഇയാളും ഇവിടെയാണോ? അയ്യവ, ഹനാന് ചിരിയടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുവിധം ചിരിയടക്കി അവൾക്ക് നേരെ കൈ കൊടുത്തു. റന കൈ പിടിച്ചെണീറ്റു. ഹാനി നോക്കുമ്പോൾ കാലുകൊണ്ട് തറയിൽ കളം വരയ്ക്കുന്നുണ്ട്. ഇല്ലാത്ത നാണമൊക്കെ മുഖത്ത് വരുത്തിയിട്ടും വായും പൊളിച്ച് തന്നെ നോക്കുന്ന അവന് റന ഒന്ന് സൈറ്റടിച്ചു കൊടുത്തു. ഇക്ക ഇവിടെയാണോ? റന ചോദിച്ചതും ഹാനി അവിടെ ചുറ്റും നോക്കി. അവര് രണ്ടും അല്ലാതെ വേറെ ആരും അവിടെയില്ല. സംശയത്തോടെ വീണ്ടും നോക്കി. അപ്പോഴും അവൾക്ക് ആ ഭാവം തന്നെയാ. ഡേ, ഓ, എന്റെ ചെവി, പതുക്കെ വിളിച്ചാലും മതി, എനിക്ക് കേൾക്കാമിക്ക. ഇതെന്തോന്ന് ജീവി? ഹാനി ചിന്തിക്കാതിരുന്നില്ല. പറയിക്ക, ഇക്ക എവിടെയാണോ? ആദ്യം നിന്റെ ഇക്ക എന്നുള്ള വിളി നിർത്തിക്കേ, കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരാ. അല്ല, നീ എന്താ ഇവിടെ? അപ്പോ എന്നെ ഓർമ്മയുണ്ടല്ലേ? ഞാനാ ഇവിടുത്തെ പുതിയ അക്കൗണ്ടന്റ്. എപ്പോ മുതൽ? ഇന്ന് രാവിലെ 10:15 മുതൽ. അച്ചു ഇനി ഇവളെ കൊല്ലുവോ? അവൻ അറിഞ്ഞാൽ തീർന്നു. ശങ്കർ സാർ അപ്പോയിന്റ് ചെയ്തതാവും. എങ്ങനെയാണേലും അവൻ അറിയേണ്ടതാണല്ലോ. എന്നിട്ടൊന്നും പറഞ്ഞില്ല. അവന്റെ ആലോചന കണ്ട് റന അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹാനിയുടെ സ്ഥാനത്ത് ശിവയെ അപ്പോയിന്റ് ചെയ്തെന്നുള്ളത് ഹാനിയെ ഞെട്ടിച്ചു. എന്നാലും ഇതെങ്ങനെ? ശിവയെ ഇക്കാക്കറിയും. റന പറഞ്ഞതും ഹാനി ഒരു സംശയത്തോടെ അവളെ നോക്കി. നമ്മൾ ആദ്യമായി കണ്ടപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന അവള്, മറ്റേ ഇക്കടെ ഒരു രാക്ഷസൻ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അയാളടിച്ചത് അവളാ? എന്താ? അന്ന് അവനെ അടിച്ച അവളാണോ ശിവ? അച്ചുവിന്റെ പിയെ? അതെ, അന്നവള് അടിച്ചവൻ തന്നെയാ ഇവിടുത്തെ MD ആകാശ്. അവന്റെ PA ആയിട്ടാ അവൾക്കിപ്പോ ജോലി. ഓ, അതായിരുന്നു. പടച്ചോനെ, എന്റെ ശിവ. ആദ്യം ഒരു ഒഴുക്കൻ മട്ടിൽ, പിന്നെ കണ്ണു തള്ളിയും പറഞ്ഞ് ക്യാബിൻ തുറന്ന് റെനയും ഹാനിയും അച്ചുവിന്റെ അവിടോട്ടോടി.